ഗൈസ് ജെ ഫോട്ടെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്നലത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും വാച്ച് ചെയ്ത് ഒരുപാട് കമൻറ്റ് വന്നിട്ട് നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് യൂട്യൂബിൽ നിന്നല്ലാണ്ട് ഫേസ്ബുക്കിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ ഏണിങ്സ് ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോ ചെയ്തത്. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാവരുടെയും ഡൗട്ടായിരുന്നു നമുക്ക് എങ്ങനെയാണ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാവുന്നത്, അതായത് ഫേസ്ബുക്കിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത്, മോണിറ്റൈസേഷൻ ആക്കുന്നതൊക്കെ ആയിരുന്നു ചോദിച്ചത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമുക്ക് എങ്ങനെ ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യം, നമുക്കത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID അതിൻ്റെ അകത്ത് തന്നെ പ്രൊഫഷണൽ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ, ബിസിനസ് അക്കൗണ്ട് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാനാവുന്നതാണ്. റീൽസ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇൻസ്റ്റാഗ്രാമിൽ മോണിറ്റൈസേഷൻ ഒന്നും അവൈലബിൾ ആയിട്ടില്ല. മോണിറ്റൈസേഷൻ ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അതൊന്നും ഒരു ഏണിങ്സ് ആക്കി കിട്ടാനുള്ള ആയിട്ടില്ല. കൂടുതൽ നമുക്ക് അതിനകത്ത് ഏണിങ്സ് വരുന്നത് നമ്മൾ എന്താ പറയുക, പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ്. പക്ഷേ ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് യൂട്യൂബ് പോലെ തന്നെ മോണിറ്റൈസേഷൻ ആയ ഒരു സംഭവമാണ് ഫേസ്ബുക്ക്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് മോണിറ്റൈസ് ചെയ്തിട്ട് നമുക്ക് ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കാനാവുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് വേറെ വിഷയങ്ങളിലോട്ടൊന്നും പോകുന്നില്ല, നമ്മൾ നേരെ ഫേസ്ബുക്കിൻ്റെ അകത്തുനിന്ന് നമുക്ക് പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്, അതായത് ഫേസ്ബുക്ക് നമ്മുടെ സാധാരണ ID, നമ്മൾ ഫേസ്ബുക്ക് IDൻ്റെ അകത്തുനിന്ന് നല്ല റീൽസൊക്കെ ഇട്ട് റീച്ചായ ആൾക്കാരാണെങ്കിൽ, നല്ല ഇടുന്നതിനൊക്കെ നല്ല റീച്ചുള്ള സംഭവമാണെങ്കിൽ, ID ആണെങ്കിൽ നമുക്കത് പ്രൊഫഷണൽ അക്കൗണ്ട് ആയിട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പേജായി മാറിക്കോളും. അപ്പോൾ അതൊന്നുമല്ല, അതൊക്കെ നമ്മൾ മാറ്റി നിർത്തി നമ്മൾ നേരെ പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിനകത്തോട്ട് പോവാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് നിർബന്ധമായിട്ടും പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരിക. നമ്മൾ ഓരോ ദിവസം ചെയ്യുന്ന വീഡിയോസ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന, അതായത് യൂട്യൂബ് വെച്ചിട്ട് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുന്ന വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ പേജ് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ ഫേസ്ബുക്ക് നമ്മുടെ ഓപ്പൺ ആക്കാൻ പോവാണ്. കേട്ടോ, ഒരുപാട് ഫേസ്ബുക്കിൽ നമുക്ക് നമ്മുടെ ഇതിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇതാണ് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ID. ഓക്കെ, ഇതെൻ്റെ ഫേസ്ബുക്കിൻ്റെ ID ആണ് കേട്ടോ. ഇതെൻ്റെ ഫേസ്ബുക്കിൻ്റെ ID ആണ്. നമുക്ക് 4.3K സബ്സ്ക്രൈബേഴ്സ്, അതായത് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഫ്രണ്ട്സ് എന്നാണല്ലോ കാണുക. അപ്പോൾ ഒരുപാട് ഇതൊക്കെ കാണുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് പോസ്റ്റ്, സത്യം പറഞ്ഞാൽ ഞാൻ ഫേസ്ബുക്ക് ഇപ്പോൾ ഉപയോഗിക്കില്ല. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് തീരെ കുറവാണ്. ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് റീച്ചൊന്നും വലുതായിട്ടില്ല, കാരണം ഞാൻ അതിന് വേണ്ടി മെനക്കെടുന്നില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലാണ് മെയിനായിട്ട് ചെയ്യല്. ഇതിൻ്റെ അകത്ത് അങ്ങനെ ചെയ്യലൊന്നുമില്ല, എപ്പോഴേലൊക്കെ ഒരു ചെയ്യലെന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോസിൻ്റെ ഓപ്ഷൻ കാണാം. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ, അതായത് നമുക്ക് വന്ന ഫ്രണ്ട് റിക്വസ്റ്റ് വന്ന് കാണാം. ഇവിടെ നമുക്ക് ഇതിൻ്റെ അപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, മാർക്കറ്റ് പ്രൈസ് കാര്യങ്ങൾ കാണാം. പിന്നെ തൊട്ടിപ്പുറത്തും നമുക്ക് നോട്ടിഫിക്കേഷൻ കാണാം. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഗൈസ് നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാം, നമ്മുടെ ഫോട്ടോ ഉള്ളത്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരും. ഇവിടെ നമുക്ക് നേരെ താഴോട്ട് ഇങ്ങനെ ഇതാ നോക്കി കഴിയുമ്പോൾ എനിക്ക് ഓൾറെഡി ഒരു പേജ് ഉണ്ട് കേട്ടോ. ഓൾറെഡി ഒരു പേജ് ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ടാമതൊരു പേജ് ഉണ്ടാക്കണം. ഉണ്ടോ, ഇവിടെ ഇപ്പോൾ ഒരുപാട് ഓപ്ഷനാണ്. മെമ്മറീസ്, ഗ്രൂപ്പ്സ്, മാർക്കറ്റ് പ്ലേസ്, ഫീഡ്സ്, അവതാർ, ഫൈൻഡ്, മെസ്സേജ്, കിഡ്സ്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത് സാധാരണക്കാരെ ആൾക്കാർക്ക് കൂടുതൽ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഈവൻറ്റ്സ്, ബർത്ത്ഡേ, ഗെയിമിങ്, പേജ്. കണ്ടോ, ഏറ്റവും അടി ഇവിടെ കാണാം റീൽസ് എന്നുള്ള ഓപ്ഷൻ, തൊട്ടിപ്പുറത്തായിട്ട് പേജ് എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ പേജ് എന്നുള്ള ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യാൻ വേണം. ഓക്കെ, കണ്ടോ ഇവിടെ പേജ് എന്നുള്ള ഓപ്ഷൻ കണ്ടോ. ഞാനിവിടെ ഒരു ഓട്ടോമാറ്റിക് ഇവിടെ ഒരു പേജ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് വലുതായിട്ട് വീഡിയോസ് ഇടില്ല. നമ്മുടെ കോഴിക്കോടൻ ബ്ലോഗ്സ് എന്ന് പറഞ്ഞത് ഇത് കണ്ടു. അതിൻ്റെ തൊട്ട് മേലായിട്ട് നമുക്ക് കാണാം ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. കണ്ടോ, ഇതിപ്പം നിങ്ങൾക്കൊരു ആദ്യമായിട്ടൊരു പേജ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ള നേരെ ക്രിയേറ്റ് പേജ് എന്നൊരു ഓപ്ഷനെ കാണുള്ളൂ. ഇതിപ്പോൾ എനിക്ക് രണ്ടാമത്തെ പേജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ ക്രിയേറ്റ് എന്ന പേജ് മേലെ കാണുന്നത് കേട്ടോ. ഇവിടെ ക്രിയേറ്റ് അടിച്ച് കഴിയുമ്പം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണാം. കണ്ടോ, ഇപ്പം ഗെറ്റ് സ്റ്റാർട്ടഡ് ഇപ്പം ഇങ്ങനെ ഓരോ കാണുക. യു ക്യാൻ ഡു തിങ്സ് സച്ച് ഷോക്കേസ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് കളക്ഷൻ ഡാൻസ് ആൻഡ് ക്രിയേറ്റ് ആർട്സ് എന്നൊക്കെ പറഞ്ഞ് കാണാം. അപ്പോൾ ഒന്നുകൂടെ നമ്മളിങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ക്രിയേറ്റ് യുവർ പേജ് എന്നാണ്. മില്യൺസ് ഓഫ് പീപ്പിൾ ഡിസ്കവർ ആൻഡ് കണക്ട് വിത്ത് പേജസ് എവറി ഡേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ പേജിൻ്റെ പേര് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടെക് ചാനലിൻ്റെ പേജാണ്. ഓക്കെ, ഞാനിപ്പോൾ എന്താണ് ചെയ്യാൻ തുടങ്ങണം, നമ്മളിപ്പം ടെക് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കറക്റ്റായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് നമ്മുടെ ടെക് ചാനലിൻ്റെ അടി ഞാൻ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പേജിൻ്റെ പേര് നമ്മുടെ എന്താണോ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പേര്, നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അല്ല നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് നമുക്ക് അറിയാലോ. J4 ടെക് എന്നാണ് നമ്മുടെ പേര്. അപ്പോൾ J4 ടെക് എന്ന് കൊടുത്തു.
ഓക്കെ, J4 Tech എന്നുള്ള പേര് നമ്മൾ കൊടുത്തു. അതിന് ശേഷം നമ്മൾ അടിയിൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ നെക്സ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ കാറ്റഗറി. ഓക്കെ, ഇവിടെ നമ്മുടെ കാറ്റഗറി എന്താണെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. വാട്ട് കാറ്റഗറി ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് J4 Tech നമ്മുടെ ചാനലിനകത്ത് ഏത് കാറ്റഗറിയാണ് നമ്മൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അത് ബെസ്റ്റാണ്. നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല കാറ്റഗറി ഇവിടെ നോക്കിയിട്ട് കൊടുക്കണം കേട്ടോ. അതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കാറ്റഗറി അനുസരിച്ചാണ് നമ്മുടെ ചാനൽ വീഡിയോസ് വൈറലാകുന്നത്. നമ്മൾ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സെർച്ച് ചെയ്യുക. ഞാൻ ഇൻഫർമേഷൻ ടെക്നോളജി, ഇവിടെ ഒരുപാടുണ്ട്. സ്കൂള്, എൻജിനീയറിംഗ് സർവീസ്, മെഡിക്കൽ സ്കൂള്, പെർഫോമിങ്, പിന്നെ കമ്പ്യൂട്ടർ ആൻഡ് കമ്പനി, അങ്ങനെ ഒരുപാട് ഓപ്ഷനാണ്. ഞാനിവിടെ ഇൻഫർമേഷൻ ടെക്നോളജി ജസ്റ്റ് കൊടുക്കുവാണ്. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാറ്റാം. ഓക്കെ, പിന്നെ നമുക്ക് ഒരുപാട് കാറ്റഗറി കൊടുക്കാം. പിന്നെ എഡ്യൂക്കേഷൻ നമുക്കൊരു കാറ്റഗറിയാണ്. ഇവിടെ 2-3 കാറ്റഗറി നമുക്ക് കൊടുക്കാം കേട്ടോ. എഡ്യൂക്കേഷണൽ കൺസൾട്ടൻറ്റ്, അപ്പോൾ അത് ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ 2 ഞാൻ തൽക്കാലം കൊടുക്കുന്നുള്ളൂ. ഇപ്പം നമുക്ക് അതിന് വേണ്ടി വെറുതെ സമയം കളയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അടിയിൽ നമ്മൾ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുവാണ്. ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ ഞാൻ 2 കാറ്റഗറി കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്തിട്ട് 3-4 കാറ്റഗറി കൊടുക്കാം. അപ്പോൾ യു ആർ ക്രിയേറ്റഡ് യുവർ പേജ്, വാട്ട് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് യുവർ ഗോൾസ് എന്നൊക്കെ പറഞ്ഞു. വി വിൽ ദിസ് ടു ഹെൽപ്പ് യുവർ ഫിനിഷ് സെറ്റിംഗ്സ് J4 Tech. ഇറ്റ് വോണ്ട് ചേഞ്ച് യുവർ ആക്സസ് ടു ഓൾ യുവർ പേജസ് ഫീച്ചേഴ്സ് എന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പ്രൊമോട്ട് യുവർ പ്രൊഡക്ട്സ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്രിയേറ്റ് കണ്ടന്റ് ആൻഡ് കണക്ട് വിത്ത് ഫ്രണ്ട്സ്. അത് നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യുന്നത്. നമ്മൾ പ്രൊമോട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് വെച്ചിട്ട് ചെയ്യാനാണ്. അതായത് എന്തെങ്കിലും നമ്മളിപ്പം എന്തെങ്കിലും ഒരു ബിസിനസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ, ഒരു പ്രൊമോട്ട് ചെയ്യാനുള്ള ഇതാണെങ്കിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതായത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കാണിക്കുന്നുണ്ട് എന്തെങ്കിലും കമ്പനീസ് ആണെങ്കിൽ. നമ്മൾ കമ്പനീസ് ആണ്, നമ്മൾ പേഴ്സണാണ്, ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്ന കാര്യമാണ്, സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മൾ അടിയിലാണ് സെലക്ട് ചെയ്യുന്നത്. ക്രിയേറ്റ് കണ്ടന്റ് ആൻഡ് കണക്ട് വിത്ത് ഫാൻസ്, ബെസ്റ്റ് ഫോർ ക്രിയേറ്റേഴ്സ് പേഴ്സണൽ ബ്രാൻഡ്സ്. ഓക്കെ, അതാണ് ഞാൻ സെലക്ട് ചെയ്യുന്നതായിട്ട് കണ്ടിന്യൂ അടിക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ പേജ് ഇവിടെ ക്രിയേറ്റ് ആയി വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം കസ്റ്റമൈസ് യുവർ പേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. യുവർ പ്രൊഫൈൽ പിക്ചർ ഈസ് വൺ ഓഫ് ദി ഫസ്റ്റ് തിങ്സ് ദാറ്റ് പീപ്പിൾ സീ. അതായത് നമ്മൾ മസ്റ്റായിട്ട് കൊടുക്കേണ്ട കാര്യമാണ് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ. കാരണം നമ്മുടെ പ്രൊഫൈൽ പിക്ചറോട് കൂടെയാണ് മറ്റുള്ളവരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമായി കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പേരൊക്കെ കൊടുത്തു, J4 Tech എന്ന് കൊടുത്തു. നമ്മുടെ പ്രൊഫൈൽ പിക്ചറാണ് നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരെ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ പ്രൊഫൈൽ പിക്ചറായിട്ട് കൊടുക്കുന്നത് എൻ്റെ ഇതൊക്കെ ചാനലിലെ ഫോട്ടോസാണ് വരുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് അതായത് എൻ്റെ എങ്കിലും ഒരു പഴയ ഫോട്ടോ അങ്ങനെ എന്തെങ്കിലും ഞാൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ പഴയ ഫോട്ടോസാണ്. കാരണം നമ്മൾ ഫേസുള്ള ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പെട്ടെന്ന് ഇത് ചെയ്യാനാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു ഫേസുള്ള ഫോട്ടോ തപ്പിയെടുക്കുകയാണ്. ഞാനിതിനകത്ത് J4 Tech ഒന്നും എഡിറ്റ് ഒന്നും വെച്ചിട്ടില്ല, ജസ്റ്റ് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. ഏതെങ്കിലും ഒരു ഫോട്ടോ കൊടുക്കുന്നു, വേണം നമുക്ക് പിന്നെ ഫോട്ടോ മാറ്റാം. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഇതായി ഒരു ഫോട്ടോ ഇവിടെ കൊടുക്കുകയാണ് കേട്ടോ. അതെൻ്റെ മോളെയും പിടിച്ചിരിക്കുന്ന ഫോട്ടോ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ നമുക്ക് കവർ ഫോട്ടോ കൊടുക്കാം. മേലെ കവർ ഫോട്ടോ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് എഴുതിയിട്ട് പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കവർ ഫോട്ടോ കൊടുക്കുന്നില്ല. അതിനായിട്ട് നെക്സ്റ്റ് അടിക്കുവാണ്. അപ്പോൾ നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതാണ്ട് ഇങ്ങനൊരു സംഭവം വരുന്നുണ്ട്. നമുക്ക് ഇത് നമ്മളിപ്പം ചെയ്തേക്കുന്നത് നമ്മുടെ ഫേസ്ബുക്ക് ചാനലിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ടെക് ഗ്രൂപ്പ്, അതായത് പേജാണ്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. അപ്പം ഇത് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് നമ്മുടെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരും. ഇപ്പോൾ ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സെലക്ട് ഓൾ 1000 പേരെ നമുക്ക് സെലക്ട് ചെയ്യാം. ഉണ്ട് അതായത് 1000 പേരെ നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പുതിയ പേജിലോട്ട് കേട്ടോ. അപ്പോൾ ഞാൻ സെൻഡ് ഇൻവിറ്റേഷൻ എന്ന് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് 1000 പേർക്ക് നമ്മൾ ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവർക്കും നമ്മൾ ഇൻവിറ്റേഷൻ അയച്ചു. അപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെറിയ രീതി പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇൻവൈറ്റ് ചെയ്തു, നമ്മൾ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തു, പിന്നെ നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നു. ഓക്കെ, ഇത് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഇതെല്ലാം ചെയ്ത് വരണം. അപ്പോൾ ആഡ് യുവർ ഫേവറേറ്റ് ടു J4 Tech പേജസ് ആൻഡ് പ്രൊഫൈൽ യുവർ ഫോളോ ഈസ് ജിജോസ് വ്ലോഗ് അങ്ങനെ കിടത്തേക്കുന്ന മേ ഓൾസോ ബി റെലവൻറ്റ് ടു J4 Tech. ഓക്കെ, ആ ചാനലുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ടെക് രൂപീകരിച്ചിരിക്കുന്നത്. സി മോർ സജഷൻസ് അത് നമ്മൾ നോക്കുന്നില്ല, നമ്മൾ നേരെ നെക്സ്റ്റ് പിന്നെ അടിക്കുന്നു. പിന്നെ അവിടെ കാണിക്കുന്നുണ്ട് മാർക്കറ്റ് ആൻഡ് പ്രൊമോഷണൽ ഇമെയിൽ അബൌട്ട് യുവർ പേജ് എന്ന് കാണിക്കുന്നുണ്ട്. പേജ് നോട്ടിഫിക്കേഷൻ ഓൺ യുവർ പ്രൊഫൈൽ അത് നമ്മളിപ്പം കൊടുക്കുന്നില്ല.
നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഇമെയിലൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു സംഭവം ഓണാക്കാറുണ്ട് കണ്ടോ. ഇവിടെ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിലൊക്കെ ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പിന്നെ നെക്സ്റ്റ് കൊടുക്കും, ഡൺ അടിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ നമ്മുടെ J4Tech എന്ന് പറഞ്ഞ ചാനലിനകത്ത് നമ്മുടെ പേജിൻ്റെ അകത്തോട്ട് നമ്മൾ ഇതാണ്ട് നമ്മുടെ പേജ് ക്രിയേറ്റ് ആയി കഴിഞ്ഞു കേട്ടോ ഗൈസ്. കണ്ടോ, ഇതാണ് നമ്മുടെ ഫേസ്ബുക്ക്, നമ്മുടെ J4Techൻ്റെ ഫേസ്ബുക്ക് പേജായി. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെ വെൽക്കം ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നെക്സ്റ്റ് അടിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഡൺ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഇവിടെ പ്രൊഫൈൽ പിക്ചർ എടുത്തു, നമ്മുടെ പേര് സെലക്ട് ആയി. ഇപ്പോൾ ഫോളോവേഴ്സ് ഒന്നും ആയിട്ടില്ല. നമ്മൾ കുറേ പേരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ വന്നിട്ട് ചിലപ്പോൾ നമ്മളെ ഫോളോ ചെയ്യുമായിരിക്കും. എന്തായാലും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണോ? ഏകദേശം അല്ല, നമ്മൾ ഫേസ്ബുക്ക് പേജ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ആദ്യം തൊട്ടേ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ആദ്യത്തെ വീഡിയോ വേണമെങ്കിൽ നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ അകത്ത് നമ്മുടെ J4Techൻ്റെ അകത്തുള്ള വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും, ഫേസ്ബുക്ക് പേജിലോട്ടും കൂടെ കേട്ടോ. അപ്പോൾ ഗൈസ് ബാക്കി ഇൻഫോർമേഷനൊക്കെ നമുക്ക് കൊടുക്കാൻ അറിയാവുന്ന കാര്യം, സാധാരണ ഫേസ്ബുക്ക് ഉപയോഗിക്കാത്ത ആൾക്കാരും ഇല്ല, ആൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് ഈ ബാക്കിയുള്ളതൊക്കെ. നമുക്കിനി ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് പോസ്റ്റ് ഉണ്ട്, സ്റ്റോറി ഉണ്ട്, റീൽസ് ഉണ്ട്, ലൈവ് ഉണ്ട്, അങ്ങനെ ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോസ്റ്റിൻ്റെ അകത്താണ്, നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇടുന്നത് നമ്മൾ പോസ്റ്റിൻ്റെ അകത്താണ്. റീൽസ് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടിയിലുള്ള റീൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അകത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. പിന്നെ കവർ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ട് ബാക്കി അടിപൊളിയാക്കി എടുക്കുക, നമ്മുടെ പേരിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ടാവും ഫേസ്ബുക്ക് പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. എനിക്ക് ഓൾറെഡി ഒരു പേജ് ഉള്ളതുകൊണ്ട് നമ്മൾ ന്യൂ പേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മേലെയാണ്, നമുക്ക് ആ പേജിൻ്റെ തൊട്ട് മേലെയാണ് നമുക്ക് ക്രിയേറ്റ് പേജ് എന്നുള്ള ഓപ്ഷൻ വന്നത്. പക്ഷേ നമ്മൾ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ പേജ് അടിക്കുമ്പോൾ തന്നെ ക്രിയേറ്റ് പേജ് എന്നൊരു ഓപ്ഷൻ വരും. നമുക്ക് നേരിട്ട് ചെയ്യാമെന്നാണ്, ഇത്ര റിസ്ക് ഒന്നുമില്ല. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ നമ്മൾ വേറൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരാം. നമുക്ക് കൂടുതൽ ഈ ഫേസ്ബുക്ക് പേജിൻ്റെ അത് യൂട്യൂബിലിടുന്ന അതേ വീഡിയോ നമുക്ക് ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാം. പ്രത്യേകിച്ച് എഡിറ്റിങ്ങിൻ്റെ മാറ്റം വരുത്തേണ്ടെന്ന കാര്യമില്ല, ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തുക, എഫക്റ്റൊക്കെ മാറ്റിയിട്ട് നമുക്ക് നേരെ ഇതിൻ്റെ അകത്തോട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് യൂട്യൂബ് പോലെ തന്നെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ് നമ്മുടെ ഫേസ്ബുക്ക് എന്നുള്ളത്. അപ്പോൾ യൂട്യൂബിലിടുന്ന അതേ വീഡിയോ ഇട്ടിട്ട് നമുക്ക് പിന്നെ നമ്മുടെ ചാനലും കൂടെ ഈ ഫേസ്ബുക്കും കൂടെ ഒരേപോലെ കൊണ്ടുപോകാം, രണ്ടും കൂടെ ഒരേ രീതി കൊണ്ടുപോകാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നാളത്തെ വീഡിയോ കാണാം. ബൈ.